2 സാമുവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം. നാഥാൻ ദാവീദിനെ കുറ്റപ്പെടുത്തുന്നു. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കിലേക്ക് അയച്ചു. അവൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ 2 ആളുകൾ ഉണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാന് വളരെയധികം ആടുമാടുകൾ ഉണ്ടായിരുന്നു. ദരിദ്രനായവൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടിയല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി. അത് അവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു, അവൻ്റെ പാനീയത്തിൽ നിന്നത് കുടിച്ചു. അത് അവൻ്റെ മടിയിൽ ഉറങ്ങി. അത് അവന് മകളെപ്പോലെയായിരുന്നു. അങ്ങനെയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു. അവന് വേണ്ടി സ്വന്തം ആട്ടുകളിൽ ഒന്ന് കൊന്ന് ഭക്ഷണമൊരുക്കാൻ ധനവാന് മനസ്സില്ലായിരുന്നു. അവൻ ദരിദ്രൻ്റെ വീട്ടിലെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തൻ്റെ അതിഥിക്ക് ഭക്ഷണമൊരുക്കി. അത് കേട്ടപ്പോൾ ക്രുദ്ധനായ രാജാവ് പറഞ്ഞു, കർത്താവാണ് ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർഭയം അത് ചെയ്തുകൊണ്ട് 4 മടങ്ങ് മടങ്ങിക്കൊടുക്കണം. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. എൻ്റെ യജമാനൻ്റെ ഭവനം നിനക്ക് നൽകി. അവൻ്റെ ഭാര്യമാരെയും നിനക്ക് തന്നു. നിന്നെ ഇസ്രായേലിൻ്റെയും യൂദായുടെയും രാജാവാക്കി. അതുകൊണ്ട് തൃപ്തനായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുൻപാകെ നീ തിന്മ ചെയ്തു? അമ്നോന്റെ വാൾ കൊണ്ട് ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു. അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിൻ്റെ ഭവനത്തിൽ നിന്ന് വാൾ പൊഴിയുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെ ഭവനം നിൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിൻ്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നിൻ്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും. പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാൻ ഇത് ഇസ്രായേലിൻ്റെ മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും. ദാവീദ് അനുതപിക്കുന്നു. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് കർത്താവിനെ അവഹേളിച്ചതിനാൽ നിൻ്റെ കുഞ്ഞ് മരിച്ചു പോകും. നാഥാൻ വീട്ടിലേക്ക് മടങ്ങി. ഊറിയായുടെ ഭാര്യ പ്രസവിച്ച ദാവീദിൻ്റെ കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു. അതിന് രോഗം പിടിപെട്ടു. കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുറിയിൽ നിലത്ത് കിടന്നു. കൊട്ടാരത്തിൻ്റെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചു. അവനത് കൂട്ടാക്കിയില്ല. അവരോടൊത്ത് ഭക്ഷണം കഴിച്ചുമില്ല. 7-ാം ദിവസം കുഞ്ഞ് മരിച്ചു. ദാവീദിനോട് വിവരം പറയാൻ സേവകന്മാർ ഭയപ്പെട്ടു. അവർ തമ്മിൽ പറഞ്ഞു, കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ പോലും നാം പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചില്ല. കുഞ്ഞ് മരിച്ചാൽ നാം എങ്ങനെ അറിയിക്കും? അവൻ വല്ല സാഹസവും കാണിക്കും. സേവകന്മാർ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞ് മരിച്ചെന്ന് ദാവീദിന് മനസ്സിലായി. കുഞ്ഞ് മരിച്ചുവോ? അവൻ തിരക്കി. കുഞ്ഞ് മരിച്ചു, അവർ പറഞ്ഞു. അപ്പോൾ ദാവീദ് തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു. കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം ചോദിച്ചു. അവർ വിളമ്പി. അവൻ ഭക്ഷിച്ചു. ദാവീദിൻ്റെ ദാസന്മാർ ചോദിച്ചു, ചെയ്തതെന്ത്? കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപവസിച്ച് കരഞ്ഞു. കുട്ടി മരിച്ചപ്പോഴാകട്ടെ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷിച്ചിരിക്കുന്നു. കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ചു കരഞ്ഞു. ശരി തന്നെ, കർത്താവ് കൃപ തോന്നി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജനിപ്പിക്കാനാവുമോ? ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. പിന്നെ ദാവീദ് തൻ്റെ ഭാര്യ ബത്ശബയെ ആശ്വസിപ്പിച്ചു. അവൻ അവളെ പ്രാപിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ദാവീദ് അവന് സോളമൻ എന്ന് പേരിട്ടു. കർത്താവ് അവനെ സ്നേഹിച്ചു. നാഥാൻ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവന് നദീരിയ എന്ന് പേരിട്ടു. യോദാവ്
അമ്മോന്യരുടെ സിബായി പട്ടണത്തെ ആക്രമിച്ചു. രാജകീയ പട്ടണം പിടിച്ചെടുത്തു. അവൻ ദൂതന്മാരെ അയച്ച് ദാവീദിനോട് പറഞ്ഞു, ഞാൻ റീബ ആക്രമിച്ച് അവിടുത്തെ ജലസംഭരണികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ബാക്കി സൈന്യത്തെ നയിച്ച് നഗരം വളഞ്ഞ് നീ തന്നെ അത് പിടിച്ചെടുക്കുക. അല്ലെങ്കിൽ നഗരം ഞാൻ പിടിച്ചെടുക്കുകയും അത് എൻ്റെ പേരിൽ അറിയപ്പെടുവാനിടയാകുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ദാവീദ് സൈന്യത്തെ അയച്ച് റബ്ബായിലെത്തി നഗരം പിടിച്ചടക്കി. അവൻ അവരുടെ രാജാവിന് കിരീടം തലയിൽ നിന്നെടുത്ത് 1 താലന്ത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു അത്. ഒരു രത്നവും അതിൽ പതിപ്പിച്ചിരുന്നു. ദാവീദ് ആ കിരീടം അണിഞ്ഞു. അവൻ പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളവസ്തുക്കളും കൊണ്ടുവന്നു. നഗരവാസികളെയും അവൻ കൊണ്ടുവന്നു. അറക്കവാൾ, മൺവെട്ടി, കോടാലി എന്നിവ കൊണ്ട് പണിയെടുപ്പിച്ച് ഇഷ്ടിക ചൂളയും അവരെ ജോലിക്കായി മറ്റ് അമ്മോന്യ നഗരത്തിലോട് ദാവീദ് ഇങ്ങനെ ചെയ്തു. അതിനുശേഷം ദാവീദും ആളുകളും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇത്രയുമാണ് വീഡിയോയിലുള്ളത്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.